தேவிகுளம் எம்எல்ஏ அட்வொகேட் ராஜாவுக்கு எதிராக கடுமையான விமர்சனத்துடன் சிபிஐ தலைவர்கள். லட்சுமி பைசன்வெளி சாலை சேதமடைந்த சம்பவத்தில் எம்எல்ஏ ஒப்பந்தக்காரனை பாதுகாக்க முயல்வதாகவும் லைஃப் மிஷன் சம்பந்தமாக சிபிஐ மெம்பர்களுக்கு எதிராக பொய் பிரச்சாரம் நடத்தி வருவதாகவும் சிபிஐ தலைவர்கள் தெரிவித்துள்ளனர். தேவிகுளம் எம்எல்ஏ அட்வொகேட் ராஜாவுக்கு எதிராக விமர்சனத்துடன் மூணாறில் சிபிஐ தலைவர்கள் வேலைகள் முழுமை செய்யப்பட்டு 2 மாதத்தில் சைலண்ட் வேலி லட்சுமி சாலையில் சேதமடைந்த சம்பவத்தில் எம்எல்ஏ ஒப்பந்தக்காரனை பாதுகாக்க முயல்வதாக சிபிஐ தலைவர்கள் முன்வைக்கக்கூடிய குற்றச்சாட்டு. சாலை வேலைகளில் ஊழல் நடைபெற்றுள்ளன. ஒப்பந்தக்காரனுக்கு எதிராக நடவடிக்கை எடுக்க வேண்டும் என்றும் விஜிலன்ஸ் விசாரணை நடத்த வேண்டும் என்ற கோரிக்கையுடன் சிபிஐ போராட்டம் நடத்தியது. அதிகாரிகள் ஊழல் நடத்தியுள்ளார்கள். எம்எல்ஏக்கு எதிராக எந்தவித குற்றச்சாட்டும் முன்வைக்கவில்லை. ஆனால் சிபிஐக்கு எதிராக எம்எல்ஏ முன்வந்துள்ளதாக மூணாறில் செய்தியாளர் சந்திப்பில் சிபிஐ தலைவர்கள் தெரிவித்துள்ளது. കഴിഞ്ഞ ഭരണസമിതിയിലെ മൂന്നാർ പഞ്ചായത്ത് ദേവികുളം പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപണം നടത്തിയത്. MLA ഒരു ആരോപണം നടത്താൻ തുടങ്ങിയത് ഇന്നല്ല. ദേവികുളം പഞ്ചായത്തിൻ്റെ ഭരണസമിതി കയറിയത് മുതൽ മൂന്നാർ പഞ്ചായത്ത് UDF നിന്നും LDF ഭരണസമിതി ഏറ്റെടുത്തു മുതൽ ഈ ആരോപണം തുടങ്ങിയിരിക്കുകയാണ് കാര്യത്തിൽ. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഈ ലൈഫ് മിഷൻ നടത്തരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയാണ് മൂന്നാർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് ആ ഭൂമി വാങ്ങിച്ചു കൊടുത്ത ആളുകൾക്കുള്ള ആധാരം പട്ടയം മറ്റും അതിൻ്റെ രേഖകൾ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. MLA കൂടി പങ്കെടുത്തൊരു അധ്യക്ഷനായ MLA പങ്കെടുത്തിരുന്നു. ആ വേദി വെച്ച് തന്നെ ഏകദേശം 150ഓളം പേർക്ക് അന്ന് മൂന്നാർ പഞ്ചായത്തിൽ വിതരണം ചെയ്തു. പിറ്റത്തെ ആഴ്ച MLA വീണ്ടും ഇത് ഈ പറയുന്ന പദ്ധതി തെറ്റാണെന്ന് പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. லைஃப் மிஷன் சம்பந்தமாக சிபிஐ மெம்பர்களுக்கு எதிராக எம்எல்ஏ போலி பிரச்சாரம் நடத்துவதாகவும் LDF முன்னணியின் இருக்கக்கூடிய அந்த உறவை எம்எல்ஏ தகர்க்க முற்படுவதாகவும் எம்எல்ஏ பொதுமன்னிப்பு கேட்க வேண்டும் என்றும் சிபிஐ தலைவர்கள். അദ്ദേഹം വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ CPI നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാത്തിനുമെതിരെ MLA വീണ്ടും വീണ്ടും സംസാരിക്കുന്നു. അപ്പം ഞങ്ങൾ ചോദിക്കുന്നു, മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യമായിരിക്കും? ഞങ്ങൾ കരാറുകാരെ എതിരായിട്ടുള്ള സമരം ചെയ്തത്. അതിനെന്തിനാണ് ഒരു മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെയും മറ്റ് വ്യക്തിയെയും വിളിച്ചുകൊണ്ട് സ്വാധീനിക്കുന്ന MLAക്ക് എന്ത് പണിയാണുള്ളത് കാര്യത്തിൽ? അപ്പോൾ MLAയുടെ ഈ നീക്കങ്ങൾ ഒരു ഗൂഢാലോചനപരമായി മാറുന്നു. അതുകൊണ്ട് ആ MLAയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇടതുപക്ഷ മുന്നണിയെയും ഈ പ്രാദേശിക തരത്തിലുള്ള ബന്ധങ്ങളെയും വലിയ തരത്തിൽ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാര്യത്തിൽ. അതുകൊണ്ട് ആ പാർട്ടിയിലെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് MLA ഇത്ര പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളോടും അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണിയോടും കൂടി മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. எல்லாரிடமும் வாக்குகள் பெற்று வெற்றி பெற்ற எம்எல்ஏ தேவையற்ற காரியங்களை முன்வைப்பதாகவும் தவறான ஒரு சூழலை ஏற்படுத்தி வருவதாகவும் சிபிஐ மாவட்ட அசிஸ்டன்ட் செயலாளர் P. பழனிவேல், மண்டல செயலாளர் T. சந்திரபால் போன்றவர்கள் செய்தியாளர் சந்திப்பில் அறிவித்துள்ளது. நியூஸ் பீரோ மூணார்.